അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് മുഹമ്മദ് റിസ്വാൻ എന്ന ഈ ഒരു 12 വയസ്സുകാരൻ്റെ മരണം. പ്രിയപ്പെട്ടവരെ, നിരന്തരം നമ്മുടെ മക്കളിങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും അബദ്ധത്തിലും അപകടത്തിലും. മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. നമ്മളെന്നും സംഭവിക്കരുതേ എന്ന് പടച്ചറബിനോട് ദുആ ചെയ്യുന്ന, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വിഷയമാണ് നമ്മുടെ മക്കളുടെ മരണം. മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെയും അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അവരുടെ മനസ്സ് നമ്മൾ തൊട്ടറിഞ്ഞതാണ്. സഹിക്കാൻ പറ്റില്ല മക്കളെ, സഹിക്കാൻ പറ്റില്ല. മക്കൾ മരണപ്പെട്ട ആ മാതാപിതാക്കളുടെ കുടുംബത്തിൽ ചെന്നാൽ അറിയാം അവരനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും, അവരുടെ ഇന്നത്തെ ജീവിതവും. കണ്ടു നിൽക്കാൻ പറ്റില്ല അവരുടെ ആ ഒരു വിഷമം. നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവനും ജീവിതവും അവർ തന്നെയാണ്. പടച്ച റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. മക്കൾ മരണപ്പെട്ട ആ ഒരു കുടുംബത്തിൽ ചെന്നാലുള്ള ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ നാട്ടിൽ ഒരു വർഷം മുന്നേ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ്, ഒരു 12-13 വയസ്സുകാരൻ മരണപ്പെട്ടിരുന്നു. ആ ഒരു കുടുംബത്തിൽ ചെന്ന് നോക്കിയപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു ആ വീട്ടിൽ. ആ ഉപ്പയുടെ മാനസിക നില തന്നെ തെറ്റിയിരുന്നു. മാസങ്ങളോളം ആശുപത്രിയിലായിരുന്നു. ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് അസുഖങ്ങളൊക്കെ ഭേദമായി ഇങ്ങനെ വീട്ടിൽ തന്നെ. ഒരേ ഒരു മോനേ ഉള്ളൂ. കുട്ടി കളിക്കുന്നതിനിടെ പുഴയിലേക്ക് വീണുപോയതാണ്. അങ്ങനെയാണ് മരണപ്പെട്ടത്. ആ പുഴക്കരയിൽ നിന്നും നെഞ്ചത്തടിച്ച് കരയുന്ന ഉപ്പയെ ഞാൻ കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, നെഞ്ചു പൊട്ടിപ്പോയി ആ ഒരു രംഗം കണ്ടപ്പോൾ. അന്ന് തന്നെ ആ ഉപ്പയുടെ മാനസിക നില തെറ്റിയിരുന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് ആ മോൻ്റെ ഓർമ്മകളായിരുന്നു. ആ വീട് നിറയെ ആ മോനെ എങ്ങനെയൊക്കെ ഓർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ മോൻ്റെ സാധനങ്ങൾ, മോൻ കളിച്ച കളിപ്പാട്ടങ്ങൾ, അവൻ്റെ വസ്ത്രങ്ങൾ, അവൻ്റെ ചെരുപ്പ്, അവൻ്റെ പുസ്തകങ്ങൾ ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ആ ഓർമ്മകളിലാണ് ഈ ഉപ്പയും ഉമ്മയും ഇന്നും ജീവിച്ചിരിക്കുന്നത്. അവർ പറയാ, പടച്ച റബ്ബിനെ ഭയന്നാണ് ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. റമദാൻ മാസമായതുകൊണ്ട് അവിടെ ഒന്ന് ചെന്നതാ. നെഞ്ചു പൊട്ടുന്ന വേദനയുമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചെത്തിയത്. പോകേണ്ടായിരുന്നു എന്ന് കരുതിപ്പോയി. ഇതുപോലെ എത്രയെത്ര മാതാപിതാക്കളുണ്ടാകും. വർഷങ്ങൾ ഒരുപാടായിട്ടും നരകിച്ച് ജീവിക്കുന്ന എത്രയെത്ര മാതാപിതാക്കളുണ്ടാകും. സഹിക്കാൻ പറ്റില്ല മക്കൾ മരണപ്പെട്ടാൽ. അവരുടെ പിന്നെയുള്ള ജീവിതം നരകതുല്യമായിരിക്കും. നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടതാണ്. ജീവിതം അങ്ങനെ ജീവിച്ചങ്ങ് തീർക്കുക, ഒരു സ്വപ്നങ്ങളോ ഒരു ആഗ്രഹങ്ങളോ ഇല്ലാതെ. പടച്ചിറപ്പ് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. മുന്നോട്ടുള്ള ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എങ്ങനെയാണല്ലേ സഹിക്കാൻ പറ്റുക? കുറച്ച് മുമ്പ് വരെ നമ്മോട് കളിച്ചും ചിരിച്ചും നടന്ന, ഇന്നലെ വരെ നമ്മുടെ കൂടെ കിടന്ന നമ്മുടെ പൊന്നുമക്കൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുമ്പോൾ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റില്ല. മുഹമ്മദ് റിസ്വാൻ എന്ന ഈ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നലെയായിരുന്നു. 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. റമദാനിലെ തുടക്കം തന്നെ ഏറെ ആവേശമായിരുന്നു അത്രേ. സാധാരണ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ. നോമ്പ് അടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അവർക്ക്. നോമ്പ് നോൽക്കാനും അത്തായത്തിന് എണീക്കാനും അത്തായ ചോറുണ്ണാനും അവരാണ് മുന്നിലുണ്ടാവുക. മക്കളുള്ള വീട്ടിലെ ആ ഒരു നോമ്പ് കാലം പ്രത്യേക ഒരു ഉന്മേഷം തന്നെയാണ്. നോമ്പ് നോക്കണ്ട എന്ന് പറഞ്ഞാലും അവർ നോക്കും. അത്തായത്തിന് വിളിച്ചില്ലെങ്കിലും പട്ടിണി പോലെ കിടന്നിട്ടായാലും അവർ ഭക്ഷണം പോലും കഴിക്കാതെ അവർ നമ്മുടെ കൂടെ നോമ്പ് നോൽക്കും. അതൊരു വാശിയാണ് മക്കൾക്ക്, ഒരു സന്തോഷമാണത്. അതുപോലെ ഈ പൊന്നുമോനും നോമ്പിൻ്റെ തുടക്കത്തിലെ ഏറെ ആവേശമായിരുന്നു. എല്ലാ നോമ്പും നോക്കണമെന്ന്. നോമ്പുകാരനായിട്ടായിരിക്കും ഈ പൊന്നുമോന് മരണപ്പെട്ടിട്ടുണ്ടാവുക. ഈ പൊന്നുമോൻ്റെ മരണത്തിൽ നമുക്ക് സമാധാനിക്കാൻ ഒന്നേ ഉള്ളൂ. നല്ലൊരു മാസം നോമ്പുകാരനായിട്ടായിരിക്കും ആ പൊന്നുമോന് മരണപ്പെട്ടിട്ടുണ്ടാവുക. അതോർത്ത് നമുക്ക് സന്തോഷിക്കാം. പടച്ച റബ്ബ് സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കില്ലേ? നാളെ ആ പൊന്നുമോൻ്റെ കൂടെ സ്വർഗത്തിൽ ആ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് വേങ്ങരയിലായിരുന്നു സംഭവം. ഇന്നലെ വൈകുന്നേരം വേങ്ങരയിലെ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ സ്കൂൾ വാൻ ഇടിച്ചാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടു പോകുന്നത്. വലിയോറ ഈസ്റ്റ് AM UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. റിസ്വാൻ ഓട്ടോയിൽ നിന്നും ഇറങ്ങി റോഡിൻ്റെ മറുഭാഗത്തേക്ക് റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു എതിർദിശയിൽ നിന്നും പാഞ്ഞു വരുന്ന സ്കൂൾ ബസ് ഈ കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ മാത്രമല്ല, ഒരു കുടുംബം തന്നെയാണ് ഇവിടെ ഇല്ലാതായത്. ആ കുടുംബത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? പടച്ച റബ്ബ് അവർക്ക് ക്ഷമ കൊടുക്കട്ടെ. ഇടിച്ച് തെറിച്ച ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ആ പൊന്നുമോന് ഇന്ന് ഈ ലോകത്തില്ല.
ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ഈ ഒരു റമദാനും പെരുന്നാളും. എന്തൊക്കെയോ മുന്നിൽ കണ്ട് നടന്നതായിരിക്കും ആ പൊന്നുമോന്. ഒന്നും നോക്കാതെ, തലങ്ങും വിലങ്ങും നോക്കാതെ ആ പാഞ്ഞെത്തിയ സ്കൂൾ വാൻ ആ പൊന്നുമോൻ്റെ ജീവനും കൊണ്ടുപോയി. ആർക്കും ഇന്ന് ഒന്നിനും സമയമില്ല, തിക്കും തിരക്കും തന്നെ. ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു ദുരന്തമുണ്ടാകാൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. വേങ്ങര വലിയോറ പാണ്ടികശാല സ്വദേശി മോയൻ ഇസ്മായിലിൻ്റെ മകനാണ് മുഹമ്മദ് റിസ്വാൻ. പടച്ചറബ്ബെ അർഹമുറാഹിമായ റബ്ബെ, മുഹമ്മദ് റിസ്വാൻ എന്ന പൊന്നുമോന് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. ആ പൊന്നുമോന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ. പടച്ചറബ്ബെ, ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. പടച്ചറബ്ബെ, ആ മാതാപിതാക്കളുടെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ. നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബെ. നാളെ നമുക്ക് കഫപ്പുടവാണിയിക്കേണ്ട മക്കളാണ് റബ്ബെ. ആ മക്കളെ നീ കാക്കണേ റബ്ബെ. നമ്മുടെ മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബെ, ആരോഗ്യം കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ചെറിയ മക്കളാണ് റബ്ബെ, അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം റബ്ബെ. നീ തന്നെ അവരെ കാക്കണേ റബ്ബെ, നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഒരുപാട് മക്കൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ. ആ മക്കൾക്കൊക്കെ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. മക്കൾ മരണപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. നാളെ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. നാളെ ആ പൊന്നു മക്കളുടെ കൂടെ ആ മാതാപിതാക്കളെയും നീ സ്വർഗത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. صلى